പ്രകാശ് ജാവ്ദേക്കറുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് TG നന്ദകുമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഒരേ വാഹനത്തിൽ കയറിയത് യാദൃച്ഛികമായാണ്. വാഹനം മാറിയാണ് ജാവ്ദേക്കർ തന്റെ വാഹനത്തിൽ കയറിയത്. ജാവ്ദേക്കറുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ CPM നേതാക്കളെ വലവീശാനാണ് അദ്ദേഹം നീക്കം നടത്തിയത്. കേരളത്തിൽ അത് പ്രാവർത്തികമാകില്ല എന്ന് താൻ ജാവ്ദേക്കറെ അറിയിച്ചിരുന്നുവെന്നും TG നന്ദകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമൊത്തുള്ള TG നന്ദകുമാറിൻ്റെ യാത്ര വിവാദമായിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തത്? എങ്ങോട്ടാണ് ഇവർ പോയത്? ഈ ചോദ്യം തന്നെയാണ് ഉന്നയിക്കാനുള്ളത്. അതായത് അന്ന് കൊച്ചി തിരുവനന്തപുരം ഫ്ലൈറ്റിൽ ജാവ്ദേക്കറും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു യാത്രക്കാരനായിട്ട്. തിരുവനന്തപുരത്ത് ചെന്നിട്ട് ജാവ്ദേക്കർ അദ്ദേഹം ഇറങ്ങി പോയി കഴിഞ്ഞ ശേഷം ഞാൻ ലഗേജ് എടുത്ത് വൈകിയാണ് ഇറങ്ങിയത്. ലഗേജ് വരാൻ വൈകി, ATR ഫ്ലൈറ്റ് ആയിട്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും വന്നത് ടാക്സി, അദ്ദേഹത്തിനും വന്നത് ടാക്സി. എൻ്റെ ടാക്സിയെ CISFകാർ കടത്തി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ടാക്സിയിലേക്കാണ് അദ്ദേഹം കയറിയത്. സത്യത്തിൽ മാറി കയറിയതല്ലാണ്ട് വേറെ എവിടെയും പോയതല്ല. എനിക്ക് പറയാനുള്ള ഇതാണ്. പിന്നെ പോയെന്ന് പറഞ്ഞാൽ തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ടാക്സി അങ്ങനെ പുറത്ത് അദ്ദേഹം എൻ്റെ വണ്ടി കയറി എന്നുള്ള സത്യമാണ്. അതങ്ങനെ യാദൃശ്യമായിട്ടൊരു BJP നേതാവ് വണ്ടിയെ കയറും? അല്ല, ഞാൻ പറഞ്ഞുതരാം. എയർപോർട്ടിൻ്റെ കവാടങ്ങളിൽ വണ്ടികൾ കിടക്കണം. CISF എനിക്കും അതേപോലത്തെ തന്നെ ടാക്സി, ക്രിസ്റ്റ അദ്ദേഹത്തിന് വന്നത്. CISF ഇങ്ങനെ കാണിച്ചപ്പോൾ അദ്ദേഹം സൈഡ് തുറന്ന് അദ്ദേഹം തന്നെ തുറന്ന് കയറിയത്, അല്ലാതെ അദ്ദേഹത്തെ ആരും പിടിച്ചു കയറ്റുകയല്ല ചെയ്തത്. ഒരു സെക്യൂരിറ്റി ഉണ്ടായില്ല. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് പോയി? ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചടെ പോയിട്ട് വണ്ടിയിലിരുന്ന് സംസാരിക്കുകയല്ലാതെ, വണ്ടിയിലിരുന്ന് കേരളത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാൻ കഴിയുമെന്ന് മാത്രമുള്ള ചോദ്യമാണ് അദ്ദേഹം. നിങ്ങൾ തമ്മിൽ അടുത്ത പരിചയമുണ്ട്? ഞങ്ങൾ പ്രകാശ് ജാവ്ദേക്കർ പക്ഷേ ഇന്നലെ അത് നിഷേധിച്ചു. താങ്കളെ അറിയില്ല. ചിലപ്പോൾ താങ്കൾ എന്നെ കുമാർ എന്നാണ് അദ്ദേഹം വിളിക്കണം. നന്ദകുമാർ എന്ന് പറഞ്ഞപ്പോൾ ക്രൈം നന്ദകുമാറാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. ഞങ്ങൾ സംസാരിച്ച വിഷയം ഇതാണ്, കേരളത്തിലെ ചാൻസുകളെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിലെ ചാൻസ് വളരെ വിദൂരം. കഴിഞ്ഞ വർഷം ഏത് വർഷമായത്? അദ്ദേഹം ചാർജ് എടുത്തില്ല ആദ്യമായിട്ട്. അതിനുശേഷം അദ്ദേഹത്തെ തെലുങ്കാനയ്ക്ക് മാറ്റി, വീണ്ടും അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിലെ ചാൻസ് വളരെ. പിന്നെ നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ആൾക്കൂട്ടമല്ലാണ്ട് വോട്ടില്ല. വോട്ട് LDFിലാണ്, ഹിന്ദുക്കളായ വോട്ടേഴ്സ് ഉള്ളത്. നിങ്ങൾ കോൺഗ്രസ് മുക്തമാക്കി നടക്കുകയാണ്. പിന്നെ BJPയിലേക്ക് തലയ്ക്ക് ബോധമുള്ള ഒരാളും വന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യില്ല. അപ്പോൾ ജാവ്ദേക്കർ അന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ സംസാരിച്ച്, മുരളീധരനോട് ഞങ്ങൾ സംസാരിച്ച്, സുധാകരൻ ഈസ് ഓൺ പൈപ്പ് ലൈൻ. ഞങ്ങൾ പൈപ്പ് ലൈനാണ്, ഉള്ളിൽ കൂടി വരില്ല. പിന്നെ ആരോ ഒരാളോട് സംസാരിച്ച്, കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ ആളെ വിട്ട് ഒന്ന്, ഞാൻ പറഞ്ഞു നെവർ, ഇവിടെ സക്സസ് ആവില്ല, വെരി ഡിഫിക്കൽട്ട്. ഒന്ന് താങ്കൾ ഉപയോഗിക്കണ കടുത്ത മറാത്തി കലർന്ന ഹിന്ദി ഇവർക്ക് മനസ്സിലാവുന്നില്ല. താങ്കളുടെ പ്രയത്നവും താങ്കളുടെ പ്രവൃത്തിയൊക്കെ നല്ല കാര്യമാണ്. ഒരു മൂന്നാം ശക്തി ഇവിടെ ശക്തിപ്പെടേണ്ട ആവശ്യമാണ്. പക്ഷേ ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടെ സഹകരിക്കാൻ ആരും വരില്ല. ജാവ്ദേക്കറുടെ ഉദ്ദേശം LDF ആണ്. കാരണം ജാവ്ദേക്കർക്ക് ഞാൻ പറഞ്ഞപ്പോൾ സംഭവം മനസ്സിലായി. കോൺഗ്രസ് അല്ല ഇവിടെ ശത്രുത, കോൺഗ്രസിനോടല്ല ഇവിടെ ശത്രുത വേണ്ടത്. കോൺഗ്രസ് ആൾക്കൂട്ടമാണ്, എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പക്ഷേ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗം മാറി നിൽപ്പുണ്ട്, അവിടെയാണ് ഹിന്ദു വോട്ട്. പക്ഷേ ഞാൻ ചോദിച്ച്, നിങ്ങൾ LDFനെ എങ്ങനെ വല വീശാൻ പറ്റും? ഞാൻ പുള്ളിയോട് ഒരു ചോദ്യം ചോദിച്ചു. SMC ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടു. അതിന് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് SMC ലാവ്ലിന് അപ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ. കോൺഗ്രസ് വാശിയോടെ കാണുന്ന കേസ്. നിങ്ങൾക്ക് വല വീശണമെങ്കിൽ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റിനപ്പുറത്ത് സ്ട്രെയിറ്റായ വഴി വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു SMC ലാവ്ലിൻ പോസ്റ്റ് ചെയ്താൽ മാറ്റിവെക്കപ്പെടില്ല. എന്നിട്ടും മാറ്റിവെക്കപ്പെട്ടു. വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ വാക്ക് മാറി. പക്ഷേ കഴിഞ്ഞ തവണ SMC ലാവ്ലിൻ വന്നപ്പോൾ SMC ലാവ്ലിൻ കേസ് SLPന്ന് ക്രിമിനൽ അപ്പീലായി. സാധാരണ സുപ്രീം കോടതിയിൽ SLP ക്രിമിനൽ അപ്പീലായി 2-3 വർഷം കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യണം. പക്ഷേ മെയ് 1-ാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു സോളിസിറ്റർ ജനറൽ കേസ് തുടങ്ങും. കാരണം CBIയുടെ അപ്പീലാണല്ലോ, CBIക്കല്ലേ വാദിക്കാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് പാർട്ടികൾക്ക് റോൾ അത് കഴിഞ്ഞ് കോടതി ORUന്ന് ചോദിച്ചാൽ CBIക്ക് പറയാൻ പറ്റൂ. എന്നോട് പറഞ്ഞത്. അതുപോലെ പല അഴിമതികളും ഞങ്ങൾ അന്വേഷണ വിധേയമാക്കും. ഇവിടെ കത്ത് പിടിച്ചത്, പിന്നെ SFIയോടെ ഈ റീസെൻ്റ് അദ്ദേഹം പറഞ്ഞു എന്നോട്, ഒരു ഈ ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞാൻ വിളിച്ചാൽ ചെന്ന് കണ്ടിട്ടുണ്ട്. ഈ ജയരാജനുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, EP ജയരാജനെ പോലെ CPMൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ടോം വടക്കനെ പോലെ മണ്ടനാവൂ? ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ
കെ സുരേന്ദ്രൻ താങ്കളെ കാട്ടുകള്ളൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ കേസുകൾ രണ്ടും ഇന്നലെ ഞാനൊരു ആരോ അയച്ചൊരു പോസ്റ്റ് കണ്ട്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതാണോ അനിൽ പറഞ്ഞതാണോ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു. ഇന്ന് വെരിഫൈ ചെയ്യാൻ നിൽക്കുകയാണ്. അനിലിനെതിരെ ലീഗൽ നടപടിക്കുള്ള നോട്ടീസ് ഇന്ന് പോകുന്നുണ്ട്. ഏത് മാനനഷ്ട കേസ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞത് അനിലിനെതിരെ പ്രൂഫ് വിഷു കഴിഞ്ഞാൽ അനിലിന് ഞാൻ കൊടുക്കണം വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആ പ്രൂഫ്. അതിനകത്ത് എനിക്ക് ഒരു ഡോക്യുമെന്റ് കൂടി കിട്ടാനുണ്ട് പഴയത്. എന്താണ് തെളിവ്? ഇത്രയും കാലമായി തെളിവ് പുറത്തുവിടും എന്ന് പുറത്തുവിടുന്ന ഞാൻ 2 ദിവസമില്ലല്ലോ പറഞ്ഞിട്ട്. 10 കൊല്ലം പഴക്കമുള്ള കാര്യമല്ലേ. ഞാൻ അതിൻ്റെ ആധികാരികതയും കൂടി വെച്ചിട്ട് വേണ്ടേ. കാരണം ആ മോർഫ് ചെയ്താന്ന് പറയരുതല്ലോ. അന്ന് അനിൽ വെല്ലുവിളിച്ച് പറഞ്ഞത് പ്രൊഫസർ PJ കുര്യൻ പറയട്ടെ എന്നാണ്. ആദ്യം എൻ്റെ പണമിടപാടിൽ ഇടപെട്ടെന്ന് പറഞ്ഞല്ലോ, എന്നെ അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അനിൽ എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്തെന്ന് ഞാൻ നിരന്തര ശല്യക്കാരനാണെന്ന് പറഞ്ഞു. അനിൽ എൻ്റെ കയ്യിൽ നിന്ന് ഡെസ്പറേറ്റായിട്ട് ഫോൺ വിളിച്ച് പണം വാങ്ങിയതും അന്ന് അനിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻഡോ തന്ന വിസിറ്റിംഗ് കാർഡും CBI ഇൻ്റർവ്യൂവിൻ്റെ കത്തും അനിൽ പണം വാങ്ങിക്കൊണ്ടുപോകുന്നതിൻ്റെ ഫോട്ടോയും എല്ലാം ഞാൻ വിടാം. സുരേന്ദ്രൻ കാട്ടുകള്ളൻ എന്നാണ് താങ്കളെ വിശ്വാസം? സുരേന്ദ്രൻ കാട്ടുകള്ളൻ എന്ന് പറയാൻ കാര്യം, സുരേന്ദ്രൻ പണ്ട് എസ്റ്റേറ്റിലെ കാട്ടുകള്ളന്മാരുടെ ഒരു എസ്റ്റേറ്റിലെ എഴുത്ത് തൊഴിലാളിയായിരുന്നു. അപ്പോൾ കാട്ടുകള്ളന്മാരെ എന്നെ കൂടുതൽ അറിയാവുന്നത് കുന്നുമ്മൽ സുരേന്ദ്രനാണ്. കുന്നുമ്മൽ സുരേന്ദ്രൻ പാടത്തൂടി ഓടണതൊക്കെ ഇനി പുറത്തേക്ക് വിടണ്ട. അതായത് കുന്നുമ്മൽ സുരേന്ദ്രൻ എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു. അവിടെ കണക്കെടുത്തായിരുന്നു കാട്ടുകള്ളന്മാരുടെ കൂടെ. അതായിരിക്കും പുള്ളി പറഞ്ഞത്, അല്ലാണ്ട് എന്നെ ആവൂല ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഈ തീപ്പൊരി നേതാവാണ് ആരാ പൈസ വാങ്ങിച്ചത്? പേര് ഞാൻ പറയൂല. കേരളത്തിലെ BJPയുടെ ടെറർ, ഇപ്പൊ മത്സരരംഗത്തുള്ള ടെറർ, വനിതയാണോ പുരുഷനാണോ? മത്സരരംഗത്തുള്ള ടെറർ അവരുടെ പ്രോപ്പർട്ടി എനിക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം റുപ്യ അക്കൗണ്ടഡായിട്ട് വാങ്ങി. ആ പ്രോപ്പർട്ടി ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മുമ്പ് തന്നെ 2 പേരോട് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ പണം ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ പണം ചോദിക്കൽ നിർത്തി. മനസ്സിലായില്ലേ? പിന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ഇത് പെർമനന്റ് പോസ്റ്റാണ്. ബാക്കി എല്ലാ പോസ്റ്റും ഇവർ മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ച്, അവരൊരു സ്വന്തമായി മേടിക്കാൻ ശ്രമിച്ച് പൈസയും പോയി. അവരെന്ന് പറയുമ്പോൾ സ്ത്രീ, അവരെന്ന് പറഞ്ഞ സ്ത്രീയും പുരുഷനെയും അവരെന്ന് വിളിക്കാം.